ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നവി മുംബൈയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അക്സ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവളും ഒരുങ്ങിയിട്ടുണ്ട് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും മെഴുക്കുരട്ടിയൊക്കെ ആക്കിയിട്ടുണ്ട്. ആദ്യം മൂത്തവൾക്ക് 7 മണിയൊക്കെ ആകുമ്പോൾ പോകണം. രണ്ടാമത്തെ ആൾക്ക് 8 മണിയൊക്കെ ആകുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളെ പിന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അക്സയുടെ ബർത്ത്ഡേ ആയിരുന്നേ ഇന്നലെ. അപ്പോൾ മെൽബിൻ അവൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തതാണ്. കുറച്ച് കിളിമീൻ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. അതിൻ്റെ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനത് വെട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. മമ്മി അത് പീര വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെട്ടിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മോര് കാച്ചിയതുണ്ടാക്കി. കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് മോര് കാച്ചി ഇതൊക്കെ റെഡിയാക്കി. പിന്നെ മീൻ പീരയ്ക്കുള്ളതാണ് ഇത്. തേങ്ങ ആദ്യം ഒന്ന് ചതച്ചെടുത്തു. അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് എടുക്കുന്നുണ്ട്. പിന്നെ മീൻ പീരയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കാന്താരി മുളകാണ്. കാന്താരി മുളക് കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ അതിട്ട് വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തത്. പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾ, വാളംപുളി എല്ലാം ചേർത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയോ അല്ലെങ്കിൽ ചില്ലിപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാളംപുളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ വെച്ചത്. മുളകൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ളതാണ് മീൻ പീരയ്ക്ക് ടേസ്റ്റ്. ഇനി വലിയ മീനുകളൊക്കെ ഒന്ന് രണ്ടാക്കി മുറിച്ചിടുന്നുണ്ട്. അല്ലാത്തതൊക്കെ അങ്ങനെ തന്നെ ഇടുക കേട്ടോ ചെയ്യുന്നത്. രണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ എല്ലാം നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സാക്കും. ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്. ശകലത്തോളം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് വേവിച്ച് പറ്റിച്ച് തോരൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുക ചെയ്യുന്നത്. മോര് കാച്ചിയതും മീൻ പീരയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ല, നല്ല ടേസ്റ്റ് കേട്ടോ. അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ രാവിലെ ചോറ് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. രാവിലത്തേക്ക് കഴിക്കാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്നത്. പിള്ളേർ ഉച്ചയാകുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമല്ലോ. അവർക്ക് ചോറ് കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് അവർ വീട്ടിലെത്തും. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് മീൻ പീര ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിലും ചെറിയുള്ളി അരിഞ്ഞിട്ടാലും മതി കേട്ടോ, സവാള വേണ്ട. പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മമ്മി കുറച്ച് പച്ചമുളകും ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടെ നരച്ച് ചേർത്തിട്ടാണ് പരട്ടിയിട്ടാണ് വറക്കുന്നത്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഇതിനും കാന്താരിമുളക് ചേർക്കാം കേട്ടോ, പച്ചമുളകിന് പകരമായിട്ട്. മീനൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനുമാണ്. അതുകൊണ്ട് തന്നെ മീൻ കറിയോ മീൻ വറുത്തതോ മീൻ പീരയോ അങ്ങനെ മീൻ കൊണ്ടുള്ള കുറേ വിഭവങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ മീൻ വറക്കാനുള്ളതിലേക്ക് കുറച്ച് മഞ്ഞളും പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ നാരങ്ങാനീരോ വിനാഗിരിയോ എന്തെങ്കിലും കൂടെ വേണം. അത് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു, വീഡിയോയിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ അരച്ച് പരട്ടിയിട്ടാണ് മീൻ മസാലയൊക്കെ പരട്ടി കുറച്ച് നേരം വെച്ചു. എന്നിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ പീര അടുപ്പിൽ വേകുന്നുണ്ട്. ഇപ്പുറത്ത് ചോറ് ആവുന്നുണ്ട്. എല്ലാവരും ഓരോരോ പണിയും തിരക്കുകളും ഒക്കെയാണ്. ഒരാൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അക്കുവും അക്സയും കൂടെ അടിച്ച് വരുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി ഇതവിടെ സ്റ്റൗ ഒക്കെ തുടച്ച് അതൊക്കെ തേച്ച് കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. 1-2 സ്ഥലത്ത് പോകാനും വീഡിയോ എടുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും നേരം കിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഞാൻ വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുന്ന നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ. ഇന്നിപ്പോൾ ഞാൻ പോയിട്ടില്ല, ശനിയാഴ്ച ആട്ടോ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണും ആങ്ങളുടെ മക്കളും കൂടെ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 3 പേരും കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ ഇവിടെയെല്ലാം നിരത്തി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അത് അക്സയും അക്കുവും കൂടെ കുറേ നേരം കൊണ്ട് പറക്കി ഒരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം എടുത്ത് പഴയ പോലെ തന്നെ നിരത്തുകയൊക്കെ ചെയ്യും. പിന്നെ തുടയ്ക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതിന് അക്കു എടുത്ത് അവളെ മേശപ്പുറത്ത് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അക്സയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു, അതുകൊണ്ട് വൈകിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചു. മമ്മി മാർക്കിയ മമ്മിയുടെ കൈ മാറ്റ്. ആ ഇങ്ങോട്ട് നോക്കാം രണ്ടുപേരും. ഷെക്കനും അബേദേ പിടിച്ച രണ്ടെണ്ണത്തിന്
ഇങ്ങോട്ട് കൈ മാറ്റടി അവിടെ വെച്ചല്ലേ അതേണ്ട ചെറുക്കം കാണിക്കുന്നത് എടുക്ക് കുഞ്ഞാ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഡിമാർട്ടിലേക്ക് പോയായിരുന്നു. എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അല്ലാതെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ എല്ലാം മേടിച്ചൊക്കെ വന്നു. വരുന്ന വഴിക്ക് പാനിപ്പൂരി പാവ് ഭാജിയൊക്കെ കഴിച്ചായിരുന്നേ. പിന്നെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. കറി കുറച്ച് രാവിലെ വെച്ച മോര് കറിയും മീൻ പീരയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചേന മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചേനയൊക്കെ അരിഞ്ഞ് അതിലേക്ക് സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് അതങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കാൻ അവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട് മമ്മി. പിന്നെ ഞാനിതാ കുറച്ച് സവാളയൊക്കെ പൊളിച്ച് എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം കറി വെക്കാനുള്ളതാണ്. ഇത് മൊത്തം രാത്രിക്കത്തേക്ക് മെഴുക്കുരട്ടി വെക്കാനുള്ളതല്ല. ഉപ്പി പറ്റിച്ച് ഇങ്ങനെ വെക്കും. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഉപ്പി പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് വേവിച്ച് വെക്കത്തേ ഉള്ളൂ, എണ്ണയിലിട്ട് ഫ്രൈ ആക്കത്തില്ല. അപ്പോൾ രാത്രി കഴിക്കാനുള്ളത് മാത്രം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ബാക്കി ഇതെവിടെ ഇരിപ്പുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടൽ സേതു പാലം കാണാൻ വേണ്ടി പോയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. 21.8 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. സൂപ്പർ കിട്ടി. നോക്കാം വണ്ടി എടുത്ത് കഴിയട്ടെ നമുക്ക് എടുക്കാം. അറിയോ അതൊന്നും കാണത്തില്ല. അടൽ സേതു കേറിയില്ലേ കാണത്തില്ല. ഇതിന്റെ അകത്താ പുക മറച്ച്. വെൽക്കം ടു അടൽ ബിഹാരി വാജ്പേയി അടൽ സേതു ബ്രിഡ്ജ്. അതിന്റെ ഫുൾ ഫോം അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അറിയപ്പെടുന്നു. കാറൊക്കെ ഇപ്പം ഓട്ടോയും ബൈക്കും ഒന്നും പോകാൻ പറ്റത്തില്ല. 100 കിലോമീറ്റർ വേഗം പോകണമില്ല, വണ്ടി നിർത്താനും പാടില്ല. എത്ര സ്പീഡിൽ പോകണം? 100. അങ്ങോട്ട് പോകുമ്പോ ഫ്ലൈറ്റ് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ കണ്ടില്ലേ? അത്ര അതുപോലെ കാണത്തുള്ളൂ. കണ്ടോ? മുകളിലോട്ട് നോക്കുക. കണ്ടോ? അപ്പൊ ഉണ്ടോ? ഇത്രയും തന്നെ കാണിട്ട് നമ്മളവിടെ തന്നെ കാണാം. ഇങ്ങോട്ട് കേറുമ്പോ എത്ര പൈസ, അങ്ങോട്ട് പോകുമ്പോ എത്ര പൈസ എന്ന് പറഞ്ഞില്ലേ? അതൊന്ന് പറ. ടോൾ 250 രൂപ, റിട്ടേൺ 370. ഈ വെള്ളത്തിന്റെ കടലായതുകൊണ്ട് പക്ഷെ ഇത് ശരിക്കും കാണുന്നില്ല. അത് ഇങ്ങോട്ട് പിടിക്കല്ലേ. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ തടസ്സം വരികയും കടലല്ലേ. ഇതുണ്ട് ഗൂഗിൾ മാപ്പ് നോക്ക്. ഇതുണ്ട് നമ്മൾ ഫുള്ള് കടലിന്റെ ഭാഗത്താണ് നീല നടുക്ക. തടസ്സം കടലായതുകൊണ്ടേ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്തുകയൊക്കെ ചെയ്താൽ കടലിൽ കടലിൻ്റെ ടീം പോലെയുണ്ട്. ശരിക്കും
മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഇച്ചിരൊക്കെ കാണാൻ പറ്റുന്നു. കാണുന്നുണ്ട് കുറച്ചൊക്കെ ഷിപ്പൊക്കെ കിടക്കുന്ന. മുംബൈയും നവി മുംബൈയും ബന്ധിപ്പിക്കുന്ന പാലമായത്. ഇവിടെ വേലിക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ശരിക്ക് കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല. പണ്ട് ഇവിടെ ഇറങ്ങി നിൽക്കാനും വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല, ഇവിടെ ഒന്നും കാണാനും പറ്റത്തില്ല. ആത്മഹത്യാശ്രമങ്ങളും മരണമൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. 2024 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാട്ടോ ഈ ഒരു 6 വരി പാത. 2 മണിക്കൂർ യാത്രാ സമയം വെറും 20-25 മിനിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പാലം പണിതേക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പാലത്തിന് ഇങ്ങനെ അടൽ സേതു എന്ന പേര് വന്നത്. എത്ര ബ്ലോക്ക് ഒഴിഞ്ഞു മാറി. ചെമ്പൂരില്ല, വാശി എല്ലാം പോകുന്നു. കടലിന്റെ മോളിൽ കൂടെ കഴിഞ്ഞ ഇപ്പഴാ കഴിഞ്ഞേ. ഇവിടം വരെ എടുത്ത് കണ്ടോ വെള്ളം കെട്ടി കിടക്കും നോക്കില്ലേ, കണ്ടോ? Take the exit toward Eastern Freeway. നേരെ നമ്മൾ അവിടെ വരുന്ന വഴിയാണ് ഈസ്റ്റേൺ ഫ്രീവേ. വഴികൾ നോക്കി ചേച്ചി, വഴി നോക്കിയ ബ്രിഡ്ജ് എവിടെയൊക്കെയാ കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ടാക്കി വെച്ച. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചും അതിലെല്ലാം ബ്രിഡ്ജും പണിത് വെച്ചിരിക്കുക. ഒരു ചെറിയ ഗൾഫാ. അടിപൊളി. ഇതെന്തുവാ സംഭവം? ഇവിടെ മറ്റേ പ്ലാനറ്റോറിയം ഉണ്ട് ഇവിടെ, വേറെ സയൻസ് പാർക്ക് അല്ലാതെ. അതുകൊണ്ട് പ്ലാനറ്റോറിയം ഭയങ്കര സെറ്റപ്പ് ആണെന്ന് എല്ലാവരും പറയുന്നത്. നമ്മളിതുവരെയും പോയിട്ടില്ല. നമ്മൾ ഇവിടെ ഈ സൈഡിൽ കണ്ടായിരുന്നു. എന്നത് പ്ലാനറ്റോറിയം. സയൻസിന്റെ മൊത്തം പിള്ളേര് എൻജോയ് ചെയ്യുവോ? പല പോലത്തെ സാധനമാണോ ഈ സൈഡിൽ കാണുന്നത്? കുഞ്ഞോ ഇവിടുത്തെ റോഡിന്റെ പണിയെല്ലാം കഴിഞ്ഞല്ലേ? നമ്മളന്ന് വരുമ്പോൾ ഇവിടെ എല്ലാം പണിയായിരുന്നു. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.